മൈ ഡിയർ കുട്ടിച്ചാത്തലിൻ്റെ ഓരോ ആർട്ട് പ്രോപ്പർട്ടിയും അത്ഭുതകരമായ നിർമ്മാണത്തിൽ നിന്നും ഉത്ഭവം കൊണ്ടതാണ്. ആടിക്കളിക്കുന്ന ഹാഫ് ഡോർ, തനിയെ സഞ്ചരിക്കുന്ന സൈക്കിൾ റിക്ഷ, കൗതുകങ്ങളുടെ കൂട് തുറന്ന് ചിലയ്ക്കുന്ന കുക്കു ക്ലോക്ക്, പൈശാചിക മാനങ്ങളുടെ കൊട്ടാരം. ചാണക്യൻ ടെക്നോളജിയുടെ അധിക മാനങ്ങളെ മലയാളി പ്രേക്ഷകന് പരിചയപ്പെടുത്തിയ സിനിമയായിരുന്നു. ചാണക്യനിലും ഇതുപോലെ ഈ ചില മൂവ് ചെയ്തു പോകുന്ന ചില സാധനങ്ങൾ ഒക്കെ ഉണ്ടായിരുന്നല്ലോ. അതെങ്ങനെയായിരുന്നു അതിൻ്റെ ആള് ഷാജി മാധവൻ എന്ന് പറയും. അന്ന് പുള്ളിക്ക് ഈ ഒരു എന്താ പറയുക, ഈ ഇലക്ട്രോ മെക്കാനിക്കൽ ഡിവൈസസിൽ താല്പര്യമുള്ള ഒരാളായിരുന്നു അന്ന്. അപ്പോൾ പുള്ളിയായിരുന്നു ഈ കാര്യങ്ങളൊക്കെ അതിനകത്ത് വർക്കൗട്ട് ചെയ്ത് തന്നത്. ഈ മറ്റേ ഫോൾഡിങ് ആൻറ്റിന വന്ന് ഓപ്പൺ ഔട്ട് ചെയ്യുന്നതും ഈ കാര്യങ്ങളൊക്കെ പുള്ളിയാണ് ചെയ്തത്. അന്ന് ഈ ഡിഷ് ടി വി ഇങ്ങനത്തെ സാധനങ്ങളൊന്നും ഇല്ല. അപ്പോൾ നമ്മളിങ്ങനെ ഒരു ഐഡിയാസ് പറയുമ്പോഴത്തേക്ക് അത് പെട്ടെന്ന് പേപ്പറിൽ വരച്ച് ഇങ്ങനെയാണോ എന്നൊക്കെ പറഞ്ഞ് പിന്നെ അതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ വർക്ക് ചെയ്ത് ആണ് ആ സിനിമയിൽ അങ്ങനെ ഒരു ഇത് കൊണ്ടുവന്നത്. ഓരോ സീനുകൾ ഞാൻ ശേഖറുമായിട്ട് ചർച്ച ചെയ്യാറുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പറയുന്ന ഷോട്ടുകൾ ശേഖർ ഇങ്ങനെ കടലാസിൽ വരയ്ക്കുമായിരുന്നു. അങ്ങനെ ഏതാണ്ട് മിക്കവാറും എല്ലാ സീനുകൾക്കും ഞാൻ ചർച്ച ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഷോർട്ട് ഡിവിഷൻ, എൻ്റെ മനസ്സിലുണ്ടാകുന്ന ഷോർട്ട് ഡിവിഷൻ പലപ്പോഴും ശേഖർ വരച്ചെനിക്ക് തരാറുണ്ടായിരുന്നു. അതെനിക്ക് ഒരു ആദ്യത്തെ സിനിമ എന്നുള്ള നിലയ്ക്ക് എനിക്കൊരു കോൺഫിഡൻസ് പലപ്പോഴും ഞാൻ പറയുന്നത് ശരിയാണെന്നോ അല്ലെങ്കിൽ ആ സ്കെച്ച് വെച്ചുകൊണ്ട് ഞാൻ പല കാര്യങ്ങളും ഇംപ്രവൈസ് ചെയ്യും. എന്തുകൊണ്ട് താങ്കൾ സിനിമയെ വിട്ടു? പെട്ടെന്ന് എനിക്ക് പറയാവുന്നത്, ഒന്ന്, എനിക്ക് പെട്ടെന്നൊരു കാര്യം ചെയ്ത് ബോറടിക്കും. അതിലൊരു എന്തെങ്കിലും ഒരു ലെവൽ അങ്ങ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അതിലൊന്നും പിന്നെ വലിയൊരു ഇതൊന്നും ഇല്ലല്ലോ എനിക്ക് എന്നൊരു തോന്നൽ വരും. അതായിരിക്കാം അതിൻ്റെ ഒരു കാരണം. അപ്പം ഈ ഒരു സിറ്റുവേഷനിൽ ചാണക്യം കഴിഞ്ഞ് 1987-88 കൂടി അതിൻ്റെ ഡയറക്ടർ ജിജോ എന്ന് പറയുന്ന ആൾ, പുള്ളി ഇവിടെ ചെന്നൈയിൽ ഡിസ്നി ലാൻഡ് മാതിരി ഒരു കിഷ്കിന്ത എന്ന് പറയും, ഇപ്പോൾ കിഷ്കിന്ത ഓപ്പൺ ചെയ്തിട്ടുണ്ട്. കിഷ്കിന്ത മാതിരി ഒരു ഇത് പ്ലാൻ ചെയ്തു. അപ്പം അതിലൊരുപാട് ഈ ആഫ്റ്റർ ഓൾ സിനിമ ഒരു ഫ്ലാറ്റായിട്ടുള്ള ഒരു സംഭവമാണല്ലോ. അപ്പം ഇത് ആക്ച്വൽ ലൈഫിൽ തന്നെ 3D ആയിട്ട് ഇങ്ങനെ ഇപ്പം ആൾക്കാർക്കും ഫാമിലിക്കും പബ്ലിക്കിനും ഒക്കെ ഇങ്ങനെ ചുറ്റി നടന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതെടുക്കാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അതിൽ കയറി അങ്ങ് ഇതായി. അങ്ങനെ ഒരു 5-6 വർഷം. പിന്നെ സിനിമയിൽ അങ്ങനെ പെട്ടെന്നൊരു പിന്നെ തിരിച്ചു വരവൊരു അത്ര ഈസി അല്ല ആ സമയം കൊണ്ട്. പിന്നെ ഞാൻ ഒരു വേറെ ഒരു ട്രാക്കിൽ അങ്ങ് പോയി. കുറേ വർഷങ്ങൾക്ക് ശേഷം ഈ മൈ ഡിയർ കുട്ടിച്ചാത്തൻ തന്നെ വീണ്ടും പുതിയ കുറേ ആളുകളെയൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് വീണ്ടും റിലീസ് ചെയ്തു. അപ്പോൾ എന്തെങ്കിലും ടെക്നിക്കലായിട്ട് എന്തെങ്കിലും മാറ്റങ്ങൾ, വേറെ ഏതെങ്കിലും ഈ 3D ആർട്ട് പരമായിട്ട് എന്തെങ്കിലും മാറ്റങ്ങൾ വന്നിരുന്നോ? അഡ്വാൻസ്മെൻ്റ് എന്ന് പറയാവുന്ന ഒരു സംഭവം അപ്പോഴത്തേക്കും ഈ CG വന്നു കഴിഞ്ഞു, കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് വന്നു കഴിഞ്ഞു. താനേ ചലിക്കുന്ന സാധനങ്ങളും ടോയ്സും ഒക്കെ ഉണ്ടല്ലോ. ഇതൊന്നും ഇപ്പോൾ ഒരു പ്രശ്നമല്ലാതെയായി. ഇപ്പം നിങ്ങൾ ഈ പടത്തിൽ മാജിക്കിൽ തന്നെ ആ മാജിക് കാണിക്കുന്ന ആൾ വന്നിട്ട് ഇങ്ങനെ കൈ ഇങ്ങനെ ഓപ്പൺ ചെയ്ത് കാണിക്കുമ്പോൾ അതിൽ നിന്ന് കുറേ കളർഫുൾ ബട്ടർഫ്ലൈസ് ഇങ്ങനെ പറന്നിങ്ങനെ തിയേറ്ററിൽ അകത്തേക്ക് വരുന്നു. ഇത് അന്ന് ഇമ്പോസിബിളാണ്. ഇപ്പോൾ ഈ അവതാർ എന്ന് പറഞ്ഞ സിനിമ കണ്ടു കാണുമല്ലോ അത് തീർച്ചയായിട്ടും. അപ്പോൾ 3Dയുടെ ഒരു വേറൊരു സാധ്യത എങ്ങനെയാണ് ഫീൽ ചെയ്തത്? ഫിലിം മേക്കിങ്ങിൽ തന്നെ അതൊരു പുതിയ വഴിത്തിരിവാണ്. അതിനകത്തുള്ള പല സീനും ക്യാമറ ഇല്ലാതെയൊക്കെ ഷൂട്ട് ചെയ്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്കുണ്ടാകുന്ന ആ ഒരു ടോട്ടലി ഒരു ഡിഫറെൻ്റ് ഒരു ഇതാണ്. പിന്നെ ഒരു 10-12 വർഷം കൊണ്ട് ഒരു ഹോൾ ടീം തന്നെ ഈ പറഞ്ഞ ടെക്നിക്കലും ക്രിയേറ്റീവും ആയിട്ടുള്ള 2 ഗ്രൂപ്പും ഇതാകുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന ഒരു സംഭവമാണ്. സ്റ്റോറി ടെല്ലിംഗ് എന്ന് പറയുന്നതിൽ ഈ കഴിഞ്ഞ 5000-6000 വർഷം കൊണ്ട് ഒരു കഥ പറയുന്നു, അത് കുറേ ആൾക്കാർ കേട്ട് അവരെ അത് എഫക്റ്റ് ചെയ്യുന്നു എന്നുള്ള ഒരു ഡൈനമിക്കിൽ ഒരു സാങ്കേതികത്വവും ഒരിക്കലും ഒരു ചേഞ്ച് ഉണ്ടാക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം വെച്ചാൽ ഹ്യൂമൻ ബീങ്സ് അല്ലേ നമ്മൾ. 1 മുതൽ 0 വരെയിലൊക്കെ ആർട്ട് ഡയറക്ഷന് എന്തായിരുന്നു ഇമ്പോർട്ടൻസ്? ആ വീട് കിട്ടുക എന്നുള്ളതായിരുന്നു. ഒരു അമ്മയും ഒരു കൊച്ചുകുട്ടിയും ഒറ്റയ്ക്ക് കഴിയുന്ന ഒരു സോളിറ്ററി ആയിട്ട് ഒരു അറ്റ്ലീസ്റ്റ് ഒരു 70% ഓഫ് ദി ടൈം സോളിറ്ററി ആയിട്ട് കഴിയുന്ന ഒരു വീട്. അപ്പം ക്യാമറമാൻ ഷാജി സാറായിരുന്നു. അപ്പം പുള്ളിയുടെ ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ലോൺലിനെസ് ക്യാമറയിൽ നമ്മൾ കാണിക്കുമ്പോൾ ആൾക്കാർക്കും ബോറടിക്കും. അപ്പോൾ ബോറടി തീർക്കാനായിട്ട് കണ്ട ഒരൊറ്റ മാർഗം സെറ്റ് ഇടുമ്പോൾ കോമ്പിനേഷൻ വിത്ത് എക്സ്റ്റീരിയർ എന്ന് വെച്ചാൽ ഇപ്പം
ഈ സെറ്റിനകത്ത് നിന്ന് കഴിഞ്ഞാൽ ആ ഒരു വലിയ ജനാലകൾ, ഒരുപാട് ജനാലകൾ കൊടുത്തു, എല്ലാം ഗ്ലാസ്സുള്ള മിക്കവാറും ഓപ്പൺ ആയിട്ട് കിടക്കും. അപ്പോൾ സാധാരണ സെറ്റ് എന്ന് വിളിച്ച് പറയുന്ന ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ കർട്ടൻ തൂക്കി ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു സെറ്റ് എന്നൊരു ഫീലിംഗ് വരും. അത് മാറ്റാൻ വേണ്ടിയിട്ട് ഇത് ഓപ്പൺ ചെയ്തിട്ട് എക്സ്റ്റീരിയർ കാണുന്നത് നവോദയ സ്റ്റുഡിയോയുടെ ഗാർഡനും അവിടെ ഒരു വലിയ ലാൻഡ്സ്കേപ്പൊക്കെ ഉണ്ട്. ഈ ഒരു സംഭവമാണ് ഇവരുടെ സ്റ്റുഡിയോ, നവോദയയുടെ സ്റ്റുഡിയോ കെട്ടി ഫ്രഷായിട്ട് വെച്ചിരിക്കുന്ന സമയമാണ് അതിപ്പോൾ. അപ്പോൾ ഇതൊരു ഓഫീസാണ്, അതിൻ്റെ ഒരു സൈഡ് ഗ്ലാസ് ആണ് മൊത്തം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ആ ഗ്ലാസ് കംപ്ലീറ്റ് കവർ ചെയ്ത് ഭിത്തി മാതിരി ആക്കിയിട്ട് അതിനകത്ത് ഇങ്ങനെ കട്ടിങ്സ് ഇട്ടിട്ടാണ് വിൻഡോസ് ആക്കിയത്. ഇതിനകത്താണ് ഈ ഫിലിമിലെ മേജർ സീൻസ് എല്ലാം ഷൂട്ട് ചെയ്തിരിക്കുന്നത്. സ്റ്റേറ്റ് അവാർഡ് കിട്ടുകയും ചെയ്ത ആ ഫിലിമിന്. ഇപ്പം 1 മുതൽ 0 സെറ്റ് ആ സിനിമ ഷൂട്ടിങ്ങിന് ശേഷം വർഷങ്ങളോളം പൊളിക്കാതിട്ടു. കാര്യം വരുന്നവർക്കൊന്നും അത് സെറ്റായിട്ട് തോന്നിയിരുന്നില്ല. അവിടെ ഉണ്ടായിരുന്ന ഒരു ബിൽഡിംഗ് തന്നെയാണെന്നാണ് ആൾക്കാർ വിചാരിച്ചിരുന്നത്. ഒരിക്കലും അത് സെറ്റായിട്ട്, നമ്മളന്ന് തമാശയ്ക്ക് പറയായിരുന്നു, ഈ ഷോട്ട് എടുക്കുമ്പോൾ ബാക്കിൽ നിന്നും ഇളക്കി വിടാം, ഇത് അനങ്ങുമ്പോൾ സെറ്റാണെന്ന് തോന്നട്ടെ എന്ന് പറയുന്ന തരത്തിൽ കൺവിൻസിംഗ് ആയിരുന്നു ആ സെറ്റ്. സാധാരണ പ്രോപ്പർട്ടീസും അല്ലെങ്കിൽ റൂം ക്ലംസി ആക്കുക എന്ന് പറയുന്ന ആരും ചെയ്യാറില്ല. പക്ഷെ ഇതിനകത്ത് ഇവരുടെ ഈ കഥാപാത്രങ്ങളുടെയും ഇവരുടെ ഒറ്റപ്പെടലും അതുമൊക്കെ കൂടെ വെച്ചുകൊണ്ട് ഈ വളരെ വലിയ ഗ്രാൻഡ് പിയാനോ ഉൾപ്പെടെ ഒരു ലിവിങ് സ്പേസിനകത്ത് വെച്ചുകൊണ്ട് കണ്ടമാനം പ്രോപ്പർട്ടീസ് ഉപയോഗിച്ചിട്ടാണ് ആ സിനിമയുടെ അതിൻ്റെ ഒരു ലുക്ക് ക്രിയേറ്റ് ചെയ്തത്.